നിന്റെ വീട്ടിലെ സാഹചര്യം വാഗ്ദത്തം നിവർത്തി പ്രാപിക്കാൻ തക്കവണ്ണം കഴിയാത്ത സാഹചര്യമാണെങ്കിലും, ചിലരോട് ഞാൻ ആത്മാവിൽ ഇന്ന് പകൽ പ്രവചിക്കുന്നു, നിന്നോട് അറിയിച്ച വാഗ്ദത്തം അനുകൂലമല്ലാത്ത നിന്റെ വീട്ടിന്റെ സാഹചര്യത്തിന്റെ നടുവിൽ നിന്നോട് അറിയിച്ച വാഗ്ദത്തം നിവർത്തിയാകും. ഈ യോസേഫ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ഈ മനുഷ്യനെ കുറിച്ച് ദൈവത്തിന് വളരെ വ്യക്തമായ പ്ലാൻ ഉണ്ടായിരുന്നു. യോസേഫ് എന്ന് പറയുന്ന മനുഷ്യനെ കുറിച്ച് ദൈവത്തിന് വളരെ വ്യക്തമായ പ്ലാൻ അവനോട് അറിയിച്ചിട്ടുമുണ്ടായിരുന്നു. എന്നാൽ ആ അറിയിച്ചതായ ദൈവിക വാഗ്ദത്തത്തിലേക്ക് താൻ കയറുന്നതിന് മുൻപ് ഒത്തിരി ദുർഘടമായ വഴികളിലൂടെ തന്റെ ജീവിതത്തെ കടത്തിവിടുവാൻ തക്കവണ്ണം ഇടയായി. ദുർഘടമായ വഴികളിലൂടെ യാത്ര ചെയ്യേണ്ടി വന്നാലും നിങ്ങൾ ഭാരപ്പെടരുത്, നിങ്ങൾ ദൈവത്തിലാണ്. നിങ്ങൾ പാപം ചെയ്തത് കൊണ്ടല്ല ചില വിഷമകരമായ അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. നിങ്ങളുടെ തലമുറകൾ പാപം ചെയ്തത് കൊണ്ടല്ല യേശുവിൽ വിശ്വസിക്കുന്ന നിങ്ങളുടെ ലൈഫിലേക്ക് പ്രശ്നങ്ങൾ കയറി വന്നത് വാഗ്ദത്തങ്ങളിലേക്കുള്ള യാത്രക്കിടയിൽ പിശാച് കൊണ്ടുവരുന്ന തടസ്സങ്ങളാണ്. പക്ഷേ വാഗ്ദത്തത്തെ വിശ്വസിക്കുന്ന, വാഗ്ദത്തങ്ങൾ നൽകിയ ദൈവത്തിൽ വിശ്വസിക്കുന്നവൻ അറിയാം, ഇതിനകത്തുനിന്ന് ദൈവം എന്നെ കയറ്റും, വാഗ്ദത്തങ്ങളിലേക്ക് ഞാൻ കയറും. ഈ പറയുന്ന യോസേപ്പിന്റെ ലൈഫിൽ വാഗ്ദത്തങ്ങൾ നിവർത്തീകരിക്കപ്പെടാൻ അവന്റെ വീട്ടിൽ അതിനുള്ള അനുകൂല അവസ്ഥകളില്ല. എങ്ങനെ? വാഗ്ദത്തം നിറവേറാനായിട്ടുള്ള അനുകൂല അവസ്ഥ യോസേപ്പിന്റെ വീട്ടിലില്ല. യോസേപ്പിന്റെ വീട് വാഗ്ദത്ത നിവർത്തി കാണാൻ സാഹചര്യം ഇല്ല എന്ന് പറയുന്ന സാഹചര്യത്തിനകത്തുള്ള വീടാണ്. നിന്റെ വീട്ടിലെ സാഹചര്യം വാഗ്ദത്ത നിവർത്തി പ്രാപിക്കാൻ തക്കവണ്ണം കഴിയാത്ത സാഹചര്യമാണെങ്കിലും, ചിലരോട് ഞാൻ ആത്മാവിൽ ഇന്ന് പകൽ പ്രവചിക്കുന്നു, നിന്നോട് അറിയിച്ച വാഗ്ദത്തം അനുകൂലമല്ലാത്ത നിന്റെ വീട്ടിന്റെ സാഹചര്യത്തിന്റെ നടുവിൽ നിന്നോട് അറിയിച്ച വാഗ്ദത്തം നിവർത്തിയാകും. ചിലർ ഇങ്ങനെ ചോദിക്കുന്നു, എന്റെ ഭവനത്തിന്റെ സാഹചര്യം ഞാൻ നോക്കുമ്പോൾ ഒരിക്കലും എന്നോട് ദൈവം അറിയിച്ചതായ വാഗ്ദത്തം നിവർത്തീകരിക്കാൻ സാധ്യമല്ല. പക്ഷേ ഇന്ന് പകൽ അങ്ങനെ ചിന്തിക്കുന്ന ചിലർ അറിയുക, നിന്റെ വീടിന്റെ സാഹചര്യം നിന്റെ മേൽ അറിയിച്ച വാഗ്ദത്തം നിവർത്തിക്ക് തടസ്സമല്ല. കാര്യം അറിയിച്ചത് മനുഷ്യനല്ല, വാഗ്ദത്തം അറിയിച്ചത് ദൈവമാണ്. ആ വാഗ്ദത്തം അവൻ നിവർത്തീകരിക്കാൻ നിന്റെ സാഹചര്യം അനുകൂലമാകണ്ട. പ്രതികൂല സാഹചര്യത്തിന്റെ പ്ലാറ്റ്ഫോമിനകത്ത് നിനക്ക് നിൽക്കേണ്ടി വന്നാലും അതിനകത്ത് അനുകൂലമായി നിന്നെ വിജയത്തിലേക്ക് നടത്തുന്ന, വാഗ്ദത്തങ്ങളിലേക്ക് നടത്തുന്ന ഒരു സർവശക്തനുണ്ട്. അത് നീ സേവിക്കുന്ന ദൈവമാണ്, നീ ആരാധിക്കുന്ന ദൈവമാണ്, നീ പ്രാർത്ഥിക്കുന്ന ദൈവമാണ്. അവന് നിന്റെ മേലുള്ള വാഗ്ദത്തം നിവർത്തിയാക്കാൻ അവന് പദ്ധതിയുണ്ട്. വാഗ്ദത്ത നിവർത്തിക്ക് വീട് പ്രശ്നമല്ല, വീടിന്റെ പ്രതികൂലങ്ങൾ പ്രശ്നമല്ല. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ചിലർ പറയുന്നു, അയ്യോ പ്രാർത്ഥിക്കാൻ പോലും എന്റെ വീട്ടിനകത്ത് അതിനുള്ള അന്തരീക്ഷം ക്രമീകരിക്കപ്പെടുന്നില്ല. നിന്റെ വീട്ടിൽ അന്തരീക്ഷം എങ്ങനായാലും കൊള്ളാം,
നീ കർത്താവുമായിട്ടുള്ളൊരു ബന്ധത്തിലാണെങ്കിൽ, നിന്റെ മേലൊരു വാഗ്ദാനം കടക്കുന്നുണ്ടെങ്കിൽ, നിന്റെ വീട്ടിലെ സാഹചര്യം വാഗ്ദത്ത നിവർത്തിക്ക് തടസ്സമല്ല. പക്ഷെ നമ്മൾ അറിയുക, എന്റെ വീട്ടിലെ സാഹചര്യങ്ങൾ പ്രശ്നമാണേലും എന്നോടറിയിച്ച വാഗ്ദത്തം അവൻ നിവർത്തിയാക്കും. എന്നോടറിയിച്ച വാഗ്ദത്തം നീ അനുഗ്രഹിക്കപ്പെടുമെന്ന് ദൈവത്തിൽ നിന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ, നിന്റെ വീടിന്റെ സാഹചര്യം നീ അനുഗ്രഹിക്കപ്പെടാനുള്ള ഒരു സാധ്യതയുമില്ലാത്ത പ്ലാറ്റ്ഫോം ആണെങ്കിലും നീ അനുഗ്രഹിക്കപ്പെടുമെന്ന് ദൈവം അറിയിച്ചതിനകത്ത് നീ അനുഗ്രഹിക്കപ്പെടും. കാരണം വാഗ്ദത്തം നൽകിയത് വീട്ടിലേക്കല്ല, വാഗ്ദത്തം നൽകിയത് നിന്നിലേക്കാണ്. വാഗ്ദത്തം നൽകിയത് നിന്നിലേക്കാണ്. എല്ലാരും പറ, വാഗ്ദത്തം എന്നോടാണ്. വാഗ്ദത്തം ദൈവത്തിന് അറിയിക്കാനുള്ളത് എന്നോടാണ്. പേഴ്സണൽ, വ്യക്തിപരമായി എന്നോട് അവൻ അറിയിച്ചത്. ഏത് വിഷയത്തിന്റെ മേലും വ്യക്തിപരമായി എന്നോട് അറിയിച്ചത്, വ്യക്തിപരമായി എൻ്റെ തലമുറകളോട് അറിയിച്ചത്, വ്യക്തിപരമായി എൻ്റെ വിഷയത്തിനകത്ത് ദൈവം ഇടപെട്ട് അറിയിച്ചതാണ്. ആ വ്യക്തിപരമായി എനിക്ക് ദൈവമായിട്ടുള്ളൊരു ബന്ധത്തിൽ ഞാൻ ഇരിക്കുമ്പോൾ അവൻ എന്നോട് അറിയിച്ച വാഗ്ദത്തം നിവർത്തിയാക്കും.